എംബാപ്പെ ഗ്രീസ്മാൻ കോംബോ. വാവ്. ലുക്കാക്കു. അതെ, ഫ്രാൻസ് ക്വാർട്ടർ ലീഗ്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം 9:30 നടന്ന ബെൽജിയം വേഴ്സസ് ഫ്രാൻസ് മത്സരം നമ്മളെല്ലാവരും കണ്ടു. ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കളി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ബെൽജിയം ഫ്രാൻസ് കളി അത് നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു ഭയങ്കര ഒരു ബിഗ് മാച്ചിന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിരുന്നത്. പക്ഷെ എന്താ പറയുക, ആദ്യ പകുതി വളരെ ശോകാവസ്ഥയിലായിരുന്നു. രണ്ട് ടീമും തമ്മിൽ കൂടുതൽ അറ്റാക്കിങ്ങോ ഒന്നും, ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ അറ്റാക്കിങ് ഉണ്ടായിരുന്നു. ബെൽജിയത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ പറയത്തക്ക വിധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നീടാണ് കുറച്ച് കളി നടന്നത്. കളി വീണത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എംബാപ്പെ ഗ്രീസ്മാൻ കോംബോ ആണ്. അവരുടെ ആ ഒരു കോംബോ ഭയങ്കര രസകരമായിരുന്നു. അവർ തമ്മിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ എംബാപ്പയും അതേപോലെ ഗ്രീസ്മാനും കൂടിയിട്ട് പല പാസുകൾ, അതായത് നല്ല ഷോട്ട് ഓൺ ടാർജറ്റ് വെക്കാൻ പാകത്തിനുള്ള പാസുകൾ ഫ്രാൻസിന്റെ ജേഴ്സി നമ്പർ 8 താരത്തിന് പലതവണ വെച്ചു കൊടുത്തെല്ലാം പുള്ളി നല്ല അത്യുഗ്രൻ സിക്സുകൾ അടിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ മോളിൽ കൂടെ പോസ്റ്റിന്റെ അടുത്തൂടെ പോലും പോവാതെ വളരെ മോളിൽ കൂടെ പുള്ളി ഒരുപാട് ഷോട്ടുകൾ അങ്ങനെ വെറുതെ ആയി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒരു ഷോട്ട് മാത്രം ഓൺ ടാർജറ്റ് അടിച്ചു. ഒരു ഷോട്ട് ഓൺ ടാർജറ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട അത് കാൻഡെ. അത് ഒരു അത്ഭുതം തന്നെയാണ്. കാൻഡെ നെടുന്തൂണായിരുന്നു. എല്ലായിടത്തും എവിടെയും കാൻഡെ, എല്ലാ സ്ഥലങ്ങളിലും, മിഡിലായാലും മുന്നിലായാലും ബാക്കിലായാലും എല്ലായിടത്തും കാൻഡെ ഉണ്ടായിരുന്നു. കാൻഡയുടെ ഇടപെടൽ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫ്രാൻസിന്റെ ടീമിൽ നന്നായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ലുക്കാക്കു. പുള്ളി വേറെ നല്ല പുള്ളി ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ലുക്കാക്കു വെറുതെ നിൽക്കുന്നു. ലുക്കാക്കുവിന്റെ ഫിറ്റ്നസ് പോലും ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ്സിലാണോ ലുക്കാക്കു ഇപ്പോൾ ഉള്ളത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു ലുക്കാക്കുവിന്റെ ഇന്നത്തെ പെർഫോമൻസ്. ലുക്കാക്കു എന്നൊരു പ്ലെയർ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഡിബ്രൂയിന സിറ്റിയില് പെർഫോമൻസ് ഇന്നലെ ബെൽജിയത്തിന് വേണ്ടി നടത്തിയോ എന്നത് ഭയങ്കര വലിയ സംശയമുള്ളൊരു കാര്യമാണ്. കളിയിൽ 53-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഒരു ഓൺ ടാർജറ്റ് ഷൂട്ട് വന്നു. അത് എംബാപ്പ ഒരു സ്കില്ലൊക്കെ ചെയ്ത് രണ്ടുപേരെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഷൂട്ട്. അത് ഗോളാകും എന്ന് വളരെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ തലയിൽ കൈവച്ചു പോയി. അത്രയും എഫേർട്ട് എടുത്ത് നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ കീപ്പർ സേവ് ചെയ്യാണ് ഉണ്ടായത്. മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ ലുക്കാക്കുവിന്റെ ഒരു ഓൺ ടാർജറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. ലുക്കാക്കുവിന്റെ കളിയിലുടനീളം ഉള്ളതിൽ നമുക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അത് ലുക്കാക്കു ഓൺ ടാർജറ്റ് അടിച്ചെങ്കിലും അത് സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ കളി കയ്യിലാക്കാൻ പാകത്തിന് ഡിബ്രൂയിനയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു 82-ാം മിനിറ്റിൽ. ഡിബ്രൂയിനയും അത് പാഴാക്കി കളയുകയാണ് ചെയ്തത്. അവസാന നിമിഷം, അതായത് ഒരു 84-ാം മിനിറ്റിലാണ് ഫ്രാൻസ് അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോളിലൂടെയാണ് ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസും ബെൽജിയവും തമ്മിലുള്ള കളിയിലെ നമ്മുടെ വിലയിരുത്തൽ. അടുത്ത ഫുട്ബോൾ വിശേഷങ്ങളുമായി